ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ ഡിവൈസായ പോക്കോ M8 5G ആണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിന്റെ വളരെ ക്വിക്കായ അൺബോക്സിംഗ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതേപോലെ പെർഫോമൻസും ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്, ഇത് ഡീറ്റെയിൽ റിവ്യൂ അല്ല, അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പോൾ പോക്കോ M8 5G, അപ്പോൾ ഇതിന്റെ മെയിൻ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 6 Gen 3 പ്രോസസ്സറാണ്, 50 മെഗാപിക്സൽ AI ക്യാമറയാണ്, 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്, അതേപോലെ 45 വാട്ട് ചാർജിങ് വരുന്നുണ്ട്, 5520 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് പോക്കോ M8ന്റെ ബോക്സ് പാക്കേജ്. പോക്കോ M8 5G നീതിയാണ് നമുക്ക് ടിപ്പിക്കലി കിട്ടുന്ന ആ ഒരു യെല്ലോ ബോക്സ് തന്നെയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യൽ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അതേപോലെ 81256 വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ബേസിക് സ്പെക്സ് ചെയ്യണം. 3D കർവ്ഡ് ഡിസ്പ്ലേ, 6.77 ഇഞ്ചസ് ആംബുലർ ഡിസ്പ്ലേ, 3200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്, 5520 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ് സപ്പോർട്ടാണ്, സ്നാപ്ഡ്രാഗൺ 6 Gen 3 പ്രോസസ്സറാണ്, 50 മെഗാപിക്സൽ AI ക്യാമറയാണ്, 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ സ്പെസിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന. അൾട്രാ സ്ലിം ഡിസൈൻ, ഡ്യുവൽ സ്പീക്കേഴ്സ്, IP66 റേറ്റിംഗ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഇവിടെയും ഗ്ലേഷ്യൽ ബ്ലൂ എന്ന് എഴുതിയാണ്. അപ്പോൾ നമുക്ക് ബോക്സ് പെട്ടെന്ന് തന്നെ തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് പോക്കോൻ്റെ ചെറിയ ബോക്സാണ്. ഈ ബോക്സിന് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സിം ഇജക്റ്റ് പിന്ന് കാണാം, പിന്നെ നമുക്ക് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്, ഇത് സ്റ്റിക്കേഴ്സാണ്, അതേപോലെ ഉണ്ടല്ലേ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ. അത് കഴിഞ്ഞ് ഒരു കേസും കൂടെ കാണാം, ഒരു സ്റ്റാൻഡേർഡ് TPU കേസ്, ടിപ്പിക്കൽ വരുന്ന സ്റ്റാൻഡേർഡ് TPU കേസാണ്, നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിവൈസിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ബാക്കിയുള്ള എന്താണെന്ന് കൂടി നോക്കാം. ഒരു 45 വോട്ടിൻ്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്, 45 വോട്ട് അഡാപ്റ്റർ, അതേപോലെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം, ഫോണൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ M8 എന്ന് പറഞ്ഞ ഡിവൈസ്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡിഫറെൻറ്റ് ലെയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ആദ്യത്തെ ഒരു ലെയർ ഇവിടെ കാണാം, പിന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെയർ, അതായത് കളേഴ്സ് നമുക്ക് ഒരു ഈ 4 പാറ്റേൺ ഡിഫറെൻറ്റ്. സൈഡിൽ ആക്ച്വലി ഒരു എന്താ പറയുക ലൈൻസിൻ്റെ പാറ്റേൺ ആണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ടും ഒരു ലൈനും അതേപോലെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഇവിടെ ക്യാമറ യൂണിറ്റ് കണ്ടില്ലേ, പിന്നെ ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് കൊടുത്തിരിക്കുന്നത്. മോൾ ഭാഗത്ത് ഒരു സ്പീക്കർ യൂണിറ്റ് കാണാം, അതേപോലെ തന്നെ IR ബ്ലാസ്റ്റർ കാണാം. താഴത്ത് നമുക്ക് വേറൊരു സ്പീക്കറും ഒരു USB Type-C പോർട്ടും ഒരു എന്താ പറയുക സിം ട്രേ ആണ് വരുന്നത്. ഇത് ഹൈബ്രിഡ് സ്ലോട്ടാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, അതെ ഡ്യുവൽ സിം കാർഡ് പ്ലസ് ഹൈബ്രിഡ് സ്ലോട്ടാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്, വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ കേർവ്ഡ് ആണ്, ഇതല്ലേ നമ്മൾക്ക് ഇവിടെ ഈ ഗ്ലാസും കേർവ്ഡ് ആണ്, അതേപോലെ ബാക്ക് പാനലും കേർവ്ഡ് ആണ്. അപ്പോൾ രണ്ടും കൂടെ കേർവ്ഡ് ആകുമ്പോൾ നല്ലൊരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതാണ് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറയുക, നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ്. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ട്, ഗ്ലാസ് ഒന്നല്ല, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് കൊള്ളാം, ഇവിടേക്ക് നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയംനെസ് നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 7.35 mm ആണ് തിക്നെസ് വരുന്നത്. വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്, 179 ഗ്രാംസേ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നല്ല സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് അടുത്ത് ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. അപ്പോൾ ഡിസ്പ്ലേ വരുമ്പോൾ 6.77 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. ഇത് കർവ്ഡ് ആംബുലർ ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, 1 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ DCI P3 കളർ ഗ്യാമറ്റ് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് 3200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. നല്ല കളേഴ്സും ടച്ച് റെസ്പോൺസും ഒക്കെ തന്നെയാണ്. 120 Hz ആംബുലർ ആയതുകൊണ്ട് തന്നെ നല്ല റിച്ച് ടോൺസ് ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ ഡെഫിനറ്റ്ലി നല്ല ഒരു ഡിസ്പ്ലേ ആണ്. ബെസൽസ് ആണെങ്കിൽ തന്നെ വളരെ മിനിമലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് അടുത്തതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിലേക്ക് പോകാം. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് വരാം. സോഫ്റ്റ്വെയർ നമുക്ക് HyperOS 2.0 ആണ് വരുന്നത്. ബേസിക്കലി അത് HyperOS 3.0 Android 16 കൊടുക്കേണ്ടതായിരുന്നു. ഇവിടെ Android 15 വരുന്നുള്ളൂ. എബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും Android 15 HyperOS 2.0. പക്ഷേ ഈ അപ്ഡേറ്റ് ഓൾറെഡി ഇപ്പം തന്നെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 6 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു അപ്ഡേറ്റ് ഒബ്വിയസ്ലി Android 16 പോകും, എന്നാലും 3 years പ്ലസ് അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ സോഫ്റ്റ്വെയർ
സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ നമുക്ക് ടിപ്പിക്കലി കിട്ടുന്ന എല്ലാ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഇവിടെ കിട്ടുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസേഷൻ കണ്ടില്ല, എല്ലാ ടൈപ്പ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ലോക്ക് സ്റ്റൈല്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഐക്കൺസ് ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ബേസിക്കലി എല്ലാ ഇന്റർ കണക്ടിവിറ്റി ഓപ്ഷനും കിട്ടും. നോട്ടിഫിക്കേഷൻ ടോഗിൾസ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട് ഇതിൽ, ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇൻക്ലൂഡ് ആണ്. ഗുഡ് തിങ് എന്താ വെച്ചാൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണത് നല്ലതായിരിക്കും. ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലീൻ UI ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും കംപ്ലയിൻസ് ഒന്നും പറയാനില്ല, നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. മൾട്ടി ടാസ്കിങ് ആണെങ്കിലും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പിന്നെ HyperOS 3.0 വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി റിഫൈൻഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ HyperOS 3.0 വേറെ 1-2 ഫോൺസിൽ ട്രൈ ചെയ്തിട്ട് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ കുഴപ്പമില്ല. HyperOS 3.0 Android 16 കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി അടുത്തത് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. സ്നാപ്ഡ്രാഗൺ 6 Gen 3 ആണ് ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത്. 8GB റാം വേരിയൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ 128 256GB വേരിയൻറ്റും അവൈലബിൾ ആണ്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒട്ടുമിക്ക ഫോൺസ് 2.2 തന്നെയാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത്. ചില ഫോൺസ് 3.1 ഉണ്ട്. 3.1 ഡെഫിനറ്റ്ലി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നാൽ 2.2 ഇതിൽ ഓഫർ ചെയ്തിട്ടുള്ളൂ. സ്നാപ്ഡ്രാഗൺ 6 Gen 3 ഏതാണ്ട് ആൻറ്റിറ്റ്യൂ വേർഷൻ ലെവലിൽ 8 to 8.5 ലക്ഷം ഒക്കെയാണ് ആൻറ്റിറ്റ്യൂ സ്കോർ വരുന്നത്. അഗെയിൻ ഒരു കുഴപ്പമില്ലാത്ത ചിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അഗെയിൻ ഭയങ്കര പവർഫുൾ ആയ ഒരു ചിപ്പൊന്നും അല്ല, ഗെയിമിങ്ങിനൊന്നും പറ്റിയ ഒരു പവർഫുൾ ചിപ്പല്ല. എന്നാൽ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും കുഴപ്പമില്ല. ഒരു ഡീസൻറ്റ് പെർഫോമിംഗ് ചിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അഗെയിൻ ഇതൊരു പുതിയ ചിപ്പല്ല, അത് എനിക്ക് തോന്നുന്നു 2024 എന്തോ ഇറങ്ങിയ ചിപ്പാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്പല്ല. ഇൻഫാക്ട് സ്നാപ്ഡ്രാഗൺ 6 Gen 4 വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. മുകളിലും താഴെ സ്പീക്കേഴ്സാണ്. അപ് ടു 300% വോളിയം വരുന്നുണ്ട്. ഒരു ഫീച്ചറാണ്. അഗെയിൻ ഇതിനകത്ത് 5G സപ്പോർട്ട് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. 5G ബാൻഡ്സ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. ഇനി അടുത്ത് ഇതിൻ്റെ ക്യാമറയിലോട്ട് വരാം. ഇതിനകത്ത് വരുന്നത് ഒരു 50 മെഗാപിക്സൽ സെൻസറാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഒരു 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ്. ഇതിനകത്ത് അൾട്രാ വൈഡ് ഇല്ല, 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ വളരെ ബേസിക് ആണ്. പ്രൈമറിയും സെൽഫി ക്യാമറയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. ഇനി വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 4K റെക്കോർഡിംഗ് ഉണ്ട്, 4K 30 FPS റിയർ ക്യാമറയിലുണ്ട്. ഫ്രണ്ട് ക്യാമറയിലാണ് 1080p റെസൊല്യൂഷൻ മാത്രമേ സപ്പോർട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഈ പ്രൈമറി 50 മെഗാപിക്സൽ ക്യാമറയിൽ നിന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓവറോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഷാർപ്നെസ് ലെവൽസ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ തന്നെ നല്ലതാണ്. കളേഴ്സ് കുഴപ്പമില്ല, നല്ല റിച്ച് ടോൺസ് ഒക്കെ തന്നെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഓവറോൾ കളർ ക്വാളിറ്റി കാര്യത്തിലും വലിയ പരാതികളൊന്നും പറയാനില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ വേറെ ഒരു ക്യാമറ സെറ്റപ്പും ഇല്ല. ഒരു ഡെപ്ത് സെൻസർ മാത്രമേ ഉള്ളൂ, അത് പോർട്രേറ്റ്സിന് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ സെൽഫി ക്യാമറയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പോക്കോ M8 5Gൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി അടുത്ത് നമുക്ക് ബാറ്ററിയിലോട്ട് വരാം. 5520 mAh ബാറ്ററി. അതിനൊപ്പം തന്നെ നമുക്ക് 45 watt ചാർജിങ് ആണ് വരുന്നത്. എഗെയിൻ ബാറ്ററി ലൈഫ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു ബാറ്ററി ലൈഫ് കിട്ടും. നമുക്ക് more than a day ഒക്കെ ഈസിലി കിട്ടും. എഗെയിൻ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ എനിക്കൊന്ന് more than a day ഒക്കെ കിട്ടും. ബാറ്ററി ലൈഫ് നല്ല. പിന്നെ ഒരു സ്ലിം ഫോം ഫാക്ടർ നിലയ്ക്ക് 5520 mAh ബാറ്ററി ഉണ്ട് എന്നുള്ളതും മറ്റൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. 45 watt ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ചാർജർ ബോക്സിനകത്ത് തന്നെ ഇൻക്ലൂഡഡും ആണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M8 5Gൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ്, ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഒരു 18,000 rupees ഒക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലാണ് വരാൻ ചാൻസ് ഉള്ളത്. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് വേണമെങ്കിൽ പറയാം. ഡീസൻറ്റ് പെർഫോമൻസും ക്യാമറാസും ബാറ്ററിയും എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്നാൽ UFS 2.2 ഉള്ളൂ എന്നുള്ളതാണ് പ്രോബ്ലി ഒരു പോരായ്മ. പിന്നെ ആൻഡ്രോയിഡ് 16 ഇല്ല എന്നുള്ള മറ്റൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. HyperOS ആൻഡ്രോയിഡ് 16 HyperOS 3.0 ആൻഡ്രോയിഡ് 16 കൊടുക്കാമായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നല്ലതാണോ അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.